ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വരുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിലായി നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി പൗരോഹിത്യം ഏൽക്കുന്ന ഡീക്കന്മാരെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ കൂടെയുള്ളത് മിശാന യേശുദാസ് പൂന്നിച്ചിറയിലാണ്. നമുക്ക് കൂടുതൽ ഡീക്കൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുദാസ് വളരെ സാധാരണ രീതിയിൽ ഗായകൻ യേശുദാസുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പേരാണ്. അപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് പേരിടുന്നത് ഈ യേശുദാസിനോട് ഇഷ്ടമുള്ള പേരൻസ് അവരുടെ കുട്ടികൾക്ക് യേശുദാസ് എന്ന് പേരിടും. അപ്പം അങ്ങനെ വല്ലതുമാണോ യേശുദാസ് എന്നുള്ളൊരു പേര് വരാൻ കാരണം? അല്ല പേര് യേശുദാസിനോടുള്ള താല്പര്യം കൊണ്ട് ഇട്ട പേരൊന്നുമല്ല. അച്ചാച്ചൻ ഈ പേര് ഭയങ്കര ഇഷ്ടമായിട്ട് പ്രാർത്ഥിച്ച് കിട്ടിയ പേരാണെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേര് ഇടുന്നതിനൊരു ചെറിയ കഥ പോലെയുണ്ട്. കഥയല്ല, അനുഭവമാണ്. അപ്പം എനിക്ക് വീട്ടിൽ ആദ്യമേ പേരിട്ടപ്പോൾ ഒരു പേരിട്ടു. അപ്പം അച്ചാച്ചൻ ഇവിടെ അല്ലായിരുന്നു, പുറത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് കത്തെഴുതി ഈ പേരിൽ എനിക്ക് പേരിടണമെന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പം ആ ഒരു സമയം കുറച്ച് താമസിച്ചത് കൊണ്ട് അവരാദ്യമേ ഇട്ട പേര് അതുപോലെ തന്നെയായി. ഈ പേര് എൻ്റെ ഒഫീഷ്യൽ പേരായിട്ട് മാറി. അങ്ങനെയാണ് എൻ്റെ പേര് യേശുദാസ് എന്നാകുന്നത്. അങ്ങനെ ഗായകനോടുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് ഈ പേര് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാണെന്നാണ് അച്ചാച്ചൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ യേശുദാസ് പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ യേശുദാസിൻ്റെ ഒരു ബാല്യകാലത്തെക്കുറിച്ചും സ്കൂൾ പഠന കാലഘട്ടത്തെക്കുറിച്ചും വീട്ടിലെ ഒരു സാഹചര്യത്തെക്കുറിച്ചും വീട്ടിലെ ആളുകളെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് ദൈവവിളി കിട്ടിയത്, ദൈവവിളിയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു നമുക്കൊരു പോയിൻ്റ് ഉണ്ടാകുമല്ലോ. നമ്മളൊരു പ്രത്യേക പോയിന്റിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മനുഷ്യൻ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് യേശുദാസിൻ്റെ ഒരു ജീവിതം ഇതുവരെയുള്ള, അതായത് ദൈവവിളി കിട്ടുന്നത് വരെയുള്ള യേശുദാസിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ വീട് ചമ്പക്കുളത്താണ്. ചമ്പക്കുളം പള്ളിയോടും അച്ഛന്മാരോടുമൊക്കെ ചേർന്ന് പോയ ഒരു കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ കുർബാനയ്ക്ക് കൂടുകയും അങ്ങനെ അച്ഛന്മാരോടുള്ള അടുപ്പമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുർബാനയ്ക്ക് കൂടി ഇങ്ങനെ പോകുന്ന ഒരു ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും അച്ഛന്മാരോട് ഇങ്ങനെ ഇടപെടാനായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു അടുപ്പം കുറവുണ്ടായിരുന്നു. എന്നാലും കൂടെ കുർബാനയ്ക്കൊക്കെ കൂടുന്ന കൂട്ടുകാർ നമ്മളോട് നല്ല കമ്പനിയൊക്കെ ആയിരുന്നുകൊണ്ട് അങ്ങനെയാണ് ശരിക്കും സെമിനാരി പോകാനായിട്ടുള്ള ആഗ്രഹം അവരോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വഴിയാണ് എൻ്റെ കൊച്ചച്ഛനായിരുന്ന ജോൺസൺ അച്ഛൻ ഈ കാര്യം അറിയുകയും സെമിനാരിയിൽ അന്ന് ക്യാമ്പ് നടക്കുന്ന സമയത്ത് എന്നെ പറഞ്ഞു വിടാനായിട്ടൊക്കെ ഇടയാകുന്നത്. അപ്പോൾ എന്നെ സെമിനാരി അന്ന് പോകാനായിട്ട് എൻ്റെ കൂട്ടുകാരനോടാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത്, എടാ ഇന്ന പോലെ ക്ലാസ് അവിടെ സെമിനാർ നടക്കുന്നുണ്ട്, ക്യാമ്പിൻ്റെ കാര്യം ഇതുപോലെ തന്നെ ക്യാമ്പിൻ്റെ കാര്യം നടക്കുന്നുണ്ടെന്നൊക്കെ അവനോട് പറഞ്ഞപ്പോൾ അവനാണ് ഇങ്ങനെ അച്ഛനോട് പറയുന്നത്, അച്ഛാ ഇവനും ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പം അവനെ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ അവനെ കൂടെ കൂട്ടിക്കോ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു എന്നാൽ ഇന്ന ആളുടെ കൂടെ ഇവിടെ കുറിച്ചി മൈനർ സെമിനാരിയിലൊരു ക്യാമ്പുണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞ് എന്നെ വിട്ടതും ഇവിടെ സെമിനാരി ഇവിടെ വന്ന് സെലക്ഷൻ പല പ്രോസസ്സുകളിലൂടെ സെലക്ഷനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ സെലക്ഷൻ കിട്ടിയ സമയത്ത് എൻ്റെ കൂട്ടുകാരന് വേറൊരു സെമിനാരി കിട്ടി എന്നാണ് അവൻ പറഞ്ഞത്. ഒരു മിഷൻ സെമിനാരി കിട്ടി. പിന്നെ അതിന് ശേഷം അവനൊരു മഞ്ഞപ്പിത്തമൊക്കെ വന്നതിന് ശേഷം അവൻ തിരിച്ച് പോരണ്ടിയൊക്കെ വന്നു. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, വേറൊരാൾ വഴിയാണ് എന്നെ ഇങ്ങനെ ഈ ഒരു വിളിയിലേക്ക് ദൈവം അടുപ്പിച്ചതായിട്ട് ഞാൻ എൻ്റെ ദൈവവിളിയുടെ പഴയ അനുഭവത്തിലേക്ക് തിരിച്ചു നോക്കുമ്പം എനിക്ക് കിട്ടുന്ന ഒരു അനുഭവം, ഓരോ വ്യക്തികളിലൂടെയാണ് നമ്മളെ ഇങ്ങനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പല വ്യക്തികളുണ്ട്, അത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റിലല്ല, മറിച്ച് പല വ്യക്തികൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടനായിരുന്നു മാളിയേക്കലെ ടോമച്ചൻ. അച്ഛൻ്റെ അനുഭവങ്ങളിലൂടെയും അച്ഛൻ ഇങ്ങനെ ദൈവവിളിയെക്കുറിച്ച് പ്രോത്സാഹിപ്പിച്ചതിലൂടെയൊക്കെ എനിക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് വഴി ഒരു പ്രോത്സാഹനം വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. പിന്നെ ഇടവകയിലെ കൊച്ചന്മാരായിരുന്നവർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളൊക്കെ എൻ്റെ ഈ ഒരു ദൈവവിളിയുടെ വഴികളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുർബാനയ്ക്ക് കൂടുന്ന പള്ളിയിൽ ഇങ്ങനെ ആയിരുന്ന അനുഭവങ്ങളും എനിക്ക് കൂടുതലായിട്ട് ദൈവവിളിയിലേക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൈനർ സെമിനാരി വന്നു, ഇവിടുത്തെ പരിശീലനം, നിരണത്തെ പരിശീലനം, ഇത് കഴിഞ്ഞിട്ട് ഉജ്ജയിനിലോട്ടാണ് പോകുന്നത്, മധ്യപ്രദേശ് റൂഹാലയ മൈനർ സെമിനാരി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റൂഹാലയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടല്ലോ മധ്യപ്രദേശിൽ എങ്ങനെയാണ് ഒരു മിഷൻ സെമിനാരിൽ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേടി സ്വപ്നമാണ്, പലർക്കും പോകാൻ താല്പര്യമില്ലാത്ത സ്ഥലമാണ്. ഞാൻ റൂഹാലയ പഠിച്ച ആളാണ്. എനിക്കും ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഒരു ദിവസം മൊത്തം നിന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ റൂഹാലയിലോട്ടാണ് എന്നെ പറഞ്ഞത്. അപ്പോൾ പിതാവ് എന്നോട് റൂഹാലയാന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്കങ്ങ് ഹാർട്ട് ബീറ്റൊക്കെ കൂടി. അപ്പോൾ പിതാവ് പറഞ്ഞു ഒരു മിഷൻ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതെന്ന് പറഞ്ഞ് പെരുന്നോട്ടം പിതാവ് അത് സമാധാനിപ്പിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂഹാലയിലേക്ക് സ്വന്തമായിട്ട് തീരുമാനിച്ചു പോയതാണോ,
അതോ എന്താ പറയുക ഒരു 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 നിർബന്ധത്തിൻ്റെ പേരിൽ റൂഹാല സെമിനാരിൽ പോയി പഠിച്ചതാണോ? റൂഹാലയിലേക്ക് പോകാനായിട്ട് കാരണമായത് തന്നെ നമ്മുടെ രൂപതയിലെ ഒരു അച്ഛനാണ്. ഞങ്ങൾക്ക് നിരണത്തുണ്ടായിരുന്ന ടോണി മുരിയങ്കാവങ്കൽ എന്ന് പറയുന്ന അച്ഛനാണ് എന്നെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എബിസൺ എന്ന് പറയുന്ന ഡീക്കനെയും ഇങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും തിരഞ്ഞെടുക്കുകയൊന്നുമല്ലായിരുന്നു. അച്ഛൻ ഇങ്ങനെ ക്ലാസ്സിൽ ഞങ്ങളെ കോമൺ ആയിട്ട് കണ്ടപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ആ സെമിനാരികളിലും പോകാനായിട്ടൊരു ഇൻവിറ്റേഷൻ, അവിടെയും ബ്രദേഴ്സിനെ സ്വീകരിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ പോകാനായിട്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ഡിഗ്രിയുടെ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ എൻട്രൻസ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സെലക്ഷൻ ആയായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞപ്പം അത് പുറത്ത് പോകുമ്പോൾ നമുക്കൊരു പുതിയൊരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് ചിന്തിക്കാൻ, പുതിയൊരു സാഹചര്യങ്ങൾ, ഭാഷയുടെ വ്യത്യാസങ്ങൾ, ഇനി ഭാവിയിൽ നമ്മുടെ രൂപതയൊക്കെ പല രീതിയിൽ വ്യത്യാസം വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ മിഷനിലേക്കൊക്കെ നമുക്ക് സാധ്യതയൊക്കെ തുറന്നു കിട്ടുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി. ഫിലോസഫിയുടെ ആ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് തിയോളജി നാട്ടിലൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറത്താണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രായത്തിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ അവിടെ പോകാനായിട്ടൊരു താല്പര്യം അച്ഛനിങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛനുണ്ടായി. അച്ഛനോട് ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പം അതുവഴിയാണ് ഞങ്ങളെ ഇങ്ങനെ അവിടേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത തുറന്നു കിട്ടിയത്. അവിടെ പോയത് എപ്പോഴും ഞങ്ങൾക്കൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തന്നെയാണ് മനസ്സിലുള്ളത്. മധ്യപ്രദേശുകാർ പറയും ലോകത്തിൻ്റെ സെൻറ്റർ ഇന്ത്യയും, ഇന്ത്യയുടെ സെൻറ്റർ മധ്യപ്രദേശും, മധ്യപ്രദേശിൻ്റെ സെൻറ്റർ ഉജ്ജയിനും, ഉജ്ജയിൻ സെൻറ്റർ മഹാകാളേശ്വർ ക്ഷേത്രമാണെന്നൊരു ഒരു 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 പറച്ചിലവിടെയുണ്ട്. അപ്പോൾ ഈ മിഷനിലുള്ള ആ ഒരു എക്സ്പീരിയൻസ്, റൂഹാലെ സെമിനാരിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലെ പഠിച്ചവരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. റൂഹാലയിലെ എക്സ്പീരിയൻസ് ഓരോ ദിവസം കൂടുന്നോറും അവിടുത്തെ സിറ്റുവേഷനും എല്ലാം മാറുന്നുണ്ടെന്നിരുന്നാൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ഇഷ്ടപ്പെടാതെ പോയാലും റൂഹാലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. റൂഹാലയെ മിസ് ചെയ്യുന്നതെന്നുള്ള ഒരു സങ്കടമാണ്. എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ പോകണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നാലും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ റൂഹാലയെ പഠിക്കുമ്പോൾ, റൂഹാല മേജർ സെമിനാരി പഠിക്കുമ്പോഴത്തേനും മധ്യപ്രദേശിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ഒരു നോർത്ത് ഇന്ത്യയുടെ ഒരു കൾച്ചറും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ പൗരോഹിത്യ പരിശീലനത്തിൽ സ്വാധീനിച്ചത്? അച്ഛൻ പറഞ്ഞ ആദ്യത്തെ കാര്യം പറഞ്ഞ പോലെ ഉജ്ജയിൻ ഈ ഇന്ത്യയുടെ സെൻറ്ററാണ്, അല്ലെങ്കിൽ മധ്യപ്രദേശിൻ്റെ സെൻറ്ററാണ്, അതിൻ്റെ സെൻറ്റർ മഹാകാളേശ്വരി ക്ഷേത്രമാണെന്ന് പറയുന്നതിന് ഞാനൊന്ന് മാറ്റി വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മധ്യപ്രദേശിൻ്റെ ഉജ്ജയിൻ്റെ സെൻറ്റർ റൂഹാലയാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് ആ ഒരു പൗരോഹിത്യ പരിശീലനത്തിൻ്റെ ആ ഒരു സമയങ്ങളിൽ നമുക്കൊരു സീറോ മലബാർ ചൈതന്യത്തിൽ നമുക്ക് പരിശീലനം നേടാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നി. അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബാച്ചുകാരാണെങ്കിലും ഞങ്ങൾക്ക് MSc സന്യാസ അല്ലെങ്കിൽ MSc സൊസൈറ്റിയുടെ ഒരു നേതൃത്വത്തിലാണ് അത് പോകുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നവർ രൂപതക്കാരായിട്ടുള്ളവരും അവരുടെ സൊസൈറ്റിയിലുള്ളവരും ഒരു തത്തുല്യമായി അവരുടെ എണ്ണത്തിൽ ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങൾ തുല്യമായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിലുള്ള ആ ഒരു അടുപ്പം തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ നല്ല സ്നേഹത്തിലൊക്കെ പോകാനായിട്ടൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സഹായമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന മിഷൻ എക്സ്പീരിയൻസുകളാണ്. ഈ ഒരു സെമസ്റ്ററിൻ്റെ ഇടയ്ക്കുള്ള മിഷൻ എക്സ്പീരിയൻസുകൾ നമ്മൾ 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ഓരോ മിഷൻ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക് അവിടെ പോയത് കൊണ്ട് പ്രത്യേകമായിട്ട് എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ ആ ഒരു അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ഈ ഒരു കോട്ടയത്തും ആലുവയിലും അവിടെയൊക്കെയുള്ള നാട്ടിലുള്ള രൂപതക്കാരായിട്ട് ഉള്ള കൂട്ടുകാരായിരിക്കും നമുക്ക് കൂടെ ഉണ്ടാകുക. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുമ്പം ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലാണ്. അങ്ങനെ ഒരു വ്യത്യാസം. പിന്നെ അവിടെ ആയിരിക്കുന്നവരുടെ തന്നെ കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം നമ്മളെ ഒരുപാട് വളർത്തുകയും അവരോടുള്ള അടുപ്പം ഇപ്പോഴും നമ്മൾ തുടരുന്ന ഒരു അടുപ്പം നമുക്കൊരുപാട് സന്തോഷം മനസ്സിൽ നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പലപ്പോഴുന്നുണ്ട്. പിന്നെ അവിടെ ആയിരുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഓരോ മിഷൻ എക്സ്പീരിയൻസ്, ഓരോ സ്ഥലങ്ങളിൽ പോകാനായിട്ട് കിട്ടിയ അനുഭവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് ഒരു സ്ഥലത്തോട്ട് പോകുന്ന അത്രയും ചുരുങ്ങിയതല്ല. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്ത് വേണം പോകാനായിട്ട്. അതുപോലെ യാത്രകളെ സ്നേഹിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഉജ്ജയിൻ. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റി. അവധിക്കിടയ്ക്കാണെങ്കിലും നമ്മൾ പോയി വരുമ്പം ട്രെയിനിലൂടെ നമുക്ക് പല സ്ഥലങ്ങൾ കാണാനായിട്ടൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് യാത്രകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഉജ്ജയിൻ. റൂഹാലയെ പഠിച്ചവരെ കുറിച്ച് പറയുന്നത്, റൂഹാലയെ പഠിച്ചവർ ഹാഫ് MSc എന്നാണ് പറയുന്നത്, പകുതി MSc ആണ്. അപ്പോൾ നമ്മൾ ഈ MScയിലെ അച്ഛന്മാർ കാണുമ്പോഴത്തേനും നമ്മൾ റൂഹാലയെ പഠിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ MScയുടെ ഫോർമേഷൻ നമ്മൾ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ MSc സൊസൈറ്റിയുടെ ഒരു പൗരോഹിത്യ പരിശീലനത്തിൻ്റെ കാഴ്ചപ്പാട് കൂടുതൽ അവർ മിഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പരിശീലനമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ MSc ഫോർമേഷൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ നാട്ടിൽ പഠിച്ചു, വടവതിൽ പഠിച്ചു,
അപ്പോൾ ഇത് തമ്മിലുള്ളൊരു MST ഫോർമേഷൻ്റെ വ്യത്യാസമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെ റുഹാലയിലെ MST അച്ഛന്മാരെ, അവരുടെ ആ ഒരു ഫോർമേഷൻ രീതികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഈ അടുത്ത് ഞാൻ നടന്നൊരു ഒരു അനുഭവം ഞാൻ ഓർക്കുകയായിരുന്നു. ആലുവ സെമിനാരിയിൽ ഒരു ബാസ്ക്കറ്റ് ബോൾ മാച്ച് കാണാനായിട്ട് പോയി. വടവാതൂരും ആലുവയും തമ്മിലുള്ള മത്സരമായിരുന്നു. അത് കണ്ടു. അതിനുശേഷം അച്ഛന്മാരെയൊക്കെ കണ്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോകുന്നു. അപ്പം അവിടെ ഞങ്ങളെ പഠിപ്പിച്ച അവിടുത്തെ വൈസ് റെക്ടറായിരുന്ന ഒരു ജോർജ് മാമ്പിളീച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാനായിട്ട് കയറി സംസാരിച്ചു. അപ്പം അച്ഛൻ ഭയങ്കര കോടിയലായിട്ട് ഭയങ്കര സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അവസാനം അച്ഛനോട് യാത്ര പറഞ്ഞ് പോരുമ്പോൾ അച്ഛൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോരാം. അപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളെ അച്ഛന്മാരുടെ ഒട്ടുമുറിയിലേക്കാണ് അച്ഛൻ ക്ഷണിച്ചുകൊണ്ട് പോയത്. അപ്പം അവിടെ എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദറിനും അച്ഛൻ വലിയ കാര്യമായിട്ടൊക്കെ ഭക്ഷണം എടുത്തു തരാനായിട്ടൊക്കെ പോയപ്പം അച്ഛന്മാർ ശരിക്കും വിചാരിച്ചത് ഞാനൊരു MSTക്കാരനാണെന്നാണ്. ആ ഒരു സ്നേഹം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയായിട്ടിങ്ങനെ, ഇപ്പോൾ ഈ ഏറ്റവും അവസാനം വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഓർമ്മയായിട്ട് MSTയിലെ ഈ അച്ഛൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം ഓർമ്മയിലുണ്ട്. അപ്പോൾ ഈ MSTയിലെ അച്ഛന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ഫോർമേഷനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു സീറോ മലബാറുകാരന് എങ്ങനെ ഒരു മിഷൻ സ്ഥലത്ത് അവർക്ക് പരിശീലനം നൽകാം, എങ്ങനെ പ്രവർത്തിക്കാമെന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു മാതൃക നൽകുന്ന ഒരു കൂട്ടം അച്ഛന്മാരും ബ്രദേഴ്സും ഒരു ഫോർമേഷൻ രീതിയാണ് ഈ റൂഹാലയിലെ അച്ഛന്മാർ അല്ലെങ്കിൽ MSTയിലെ അച്ഛന്മാർ നൽകുന്നത്. അത് ഫിലോസഫിയിലെ ഫോർമേഷൻ ആകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അച്ഛന്മാരാണ് നമുക്ക് തത്വശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് അവിടെ ഉള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ CD സെബാസ്റ്റിനെ പോലുള്ള IIT മുംബൈയിലൊക്കെ പഠിപ്പിക്കുന്ന അച്ഛൻ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇരിക്കുന്നത് തന്നെ നമുക്കൊരു സന്തോഷമുള്ള, നമ്മളെ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അനുഭവത്തിൽ നിന്ന് അച്ഛൻ പറഞ്ഞു തരികയും ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നാട്ടിൽ പഠിച്ച ചിലപ്പോൾ കിട്ടാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ കുറേ എൻറിച്ച് ചെയ്യുന്ന കുറേ അനുഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഫോർമേഷൻ. കൂടുതലായിട്ടുള്ള മിഷൻ ഒരു സ്പിരിറ്റ് അവർക്ക് കൂടുതലുള്ള ഒരു സമൂഹമാണ് അവരുടേതെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ മിഷനിൽ പഠിച്ചു. അപ്പോൾ സഭയുടെ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ മിഷനാണ്. മിഷനാണ് സഭയുടെ സ്വഭാവം. അപ്പോൾ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഫിലോസഫി പഠിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ന് സഭയ്ക്കൊരു മിഷൻ പോസിബിളാണോ? പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സഭയുടെ സ്വഭാവമായ മിഷൻ ചെയ്യുക എന്നുള്ളത് എത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണോ, അതോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ട്. മിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കത്തില്ല. മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ ഒരു വെല്ലുവിളിയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക്. അപ്പോൾ ഇതും ഈ ഒരു സാഹചര്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളും സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലമെല്ലാം നമ്മളെ സൂചിപ്പിക്കും. നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു പ്രതിസന്ധികളുണ്ടെങ്കിലും കുരിശുണ്ടെങ്കിൽ മാത്രമേ അതിനുശേഷം ഒരു ഉത്ഥാനമുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ പീഡനങ്ങളുണ്ടായാലും അതിനുശേഷം നമുക്കൊരു പ്രത്യാശയോടെ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം രൂപപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ ഇന്ന് വരെയുള്ള നമ്മുടെ അനുഭവം നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പല സാഹചര്യങ്ങളിലും നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം സഭ കൂടുതലായിട്ട് വളരുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഒഡീഷ മിഷന് ഞങ്ങൾ വടവാതൂരിലായിരുന്നപ്പോൾ ഞങ്ങൾ പോകാനായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒഡീഷയിലെ സാഹചര്യം നമുക്കറിയാം. കാണ്ടമാനിലൊക്കെ ആ ഒരു വിശ്വാസി സമൂഹത്തെ തന്നെ പലരെയും ചുട്ടുകൊല്ലുന്ന ഒരു സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നിട്ടും ഇന്നും പല സ്ഥലങ്ങളിലും ആ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ കൂടുതൽ വളർന്നിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് മിഷനിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തീഷ്ണതയുള്ളവരാണ്, നമ്മളതിനനുസരിച്ച് കാഴ്ചപ്പാടുള്ളവരാണ്, നമ്മളതിനനുസരിച്ച് ആൾക്കാരോട് ഇടപെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളതിനനുസരിച്ച് ഈശോയെക്കുറിച്ചുള്ള വിശ്വാസം വളരുക തന്നെ ചെയ്യും. ഇപ്പോൾ മധ്യപ്രദേശിൽ ഫിലോസഫി പഠിച്ചു. റീജൻസി തിരുവനന്തപുരത്ത് ലൂർദ് മാതാ കേരളമായിരുന്നു അല്ലേ? ഈ തിരുവനന്തപുരത്തെ വലിയൊരു സാമൂഹിക സേവനമാണ് ഈ ലൂർദ് മാതാ കെയർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിനെയും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും കൂടെ നിൽക്കാൻ വരുന്ന ആളുകളെയൊക്കെ ഫ്രീ ആയിട്ട് താമസിപ്പിക്കുന്ന ഒരു സംഭവം. ഇത് ശരിക്കും ചെറിയൊരു തോട്ടായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അതിപ്പോൾ ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് പേരുടെ മനുഷ്യരുടെ സഹായം കൊണ്ട് നമ്മുടെ രൂപത ചെയ്യുന്ന വലിയൊരു കാരുണ്യ പ്രവർത്തനം. ഒരുപക്ഷെ മനുഷ്യരുടെ ആളുകൾക്ക് അറിഞ്ഞു പോലും കാണത്തില്ല. ഞാൻ തിരുവനന്തപുരത്ത് ജീവിച്ചതുകൊണ്ട് ഞാനത് നേരിൽ കണ്ടതാണ്. ഈ ലൂർദ് മാതാ കേരള ഒരു വർഷത്തെ സേവനം എങ്ങനെയാണ് യേശുദാസിനെ ഒരു മനുഷ്യ സ്നേഹത്തിലേക്കും, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യ സ്നേഹം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റപ്പല്ലേ? അപ്പോൾ ആ ഒരു ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് എങ്ങനെയാണ്? ഒരു മനുഷ്യനെ കൂടുതൽ മനസ്സിലാക്കാൻ മനുഷ്യ സ്നേഹത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ? ലൂർദ് മാതാ കെയർ എന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ തന്നെ വരുന്ന ഒരു കാര്യം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കാരുണ്യത്തിൻ്റെ മുഖം എന്നുള്ളൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഒരു കാരുണ്യത്തിൻ്റെ മുഖം ഉണ്ടായിരിക്കണം. അവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്നെ എപ്പോഴും ഇങ്ങനെ
പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം ഇവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഓടി നടക്കും. രാവിലെ മുതൽ ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓടി നടക്കും. അപ്പോൾ രാത്രിയിൽ നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് അവിടെ ആയിരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം അവിടെ ആയിരുന്ന സമയങ്ങളിൽ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഡയറക്ടറായിട്ട് മോഹനച്ചനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനോട് ചേർന്ന് അച്ഛനൊക്കെ ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു കാര്യം ചെയ്തു തീർന്നാൽ അടുത്ത ഐഡിയ ഇങ്ങനെ ഒന്നിന് ശേഷം ഒന്നായിട്ട് വരുമ്പോൾ അച്ഛൻ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന റീജൻസ് അച്ഛനെക്കുറിച്ച് പറയുന്നത് അച്ഛൻ്റെ കൂടെയാണെങ്കിൽ നമ്മൾ എയറിലാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട് ചില സമയത്തെങ്കിലും. അത് അച്ഛനും ഞങ്ങൾക്ക് തമാശ രൂപേണ ഞങ്ങൾ പറയാറുണ്ട്. അതുപോലെ അവിടെ ആയിരുന്ന സമയങ്ങളിൽ ഒത്തിരിയേറെ കാരുണ്യത്തോടെ ആൾക്കാരോട്ട് ഇടപെടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം അവരുടെ കൂടെ യാത്ര ചെയ്ത് അവർക്ക് RCCയിൽ അവരെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാനായിട്ടും അവർക്ക് ഭക്ഷണത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ച് കൊടുക്കാനായിട്ടും ഒക്കെ നമുക്ക് അവിടെ ആയിരുന്നപ്പോൾ ഉള്ള അനുഭവങ്ങൾ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതെപ്പോഴും നമ്മളെ വളർത്തിയിട്ടുള്ളൊരു സമയമാണ്. അതായത് മനുഷ്യനോട് കാരുണ്യത്തോടെ ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാനായിട്ട് പറ്റി. അവരോട് നമുക്ക് ക്യാൻസർ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ക്യാൻസർ പേഷ്യൻസ് ആണോ എന്നുള്ളൊരു സിമ്പതിയാണ്. പക്ഷേ അവരാഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കാര്യമല്ല എന്ന് അവിടെ ആയിരുന്ന സമയങ്ങളിലുള്ള അനുഭവം നമ്മളെ പഠിപ്പിച്ചു. അവരോട് നമ്മൾ സാധാരണ ആൾക്കാരോട് എങ്ങനെ ഇടപെടുന്നോ അതുപോലെ ഇടപെട്ടാൽ മതി. അവരാഗ്രഹിക്കുന്ന അങ്ങനെ ഒരു സംസാരമാണ്. അവരോട് കൂടുതലായിട്ട് നമ്മൾ ഒരു സിമ്പതി കാണിക്കുക എന്നതിനേക്കാൾ സാധാരണ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ അവരോട് സംസാരിക്കുക, അവരുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുക. ട്രീറ്റ്മെൻറ്റ് അവർ എടുക്കുമ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന ഒരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ അതിനെ അവർ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്, അവിടെ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് വരികയും അവിടെ RCC പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി അച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയെപ്പറ്റി പലരും അറിയാത്തതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം ഇത്രയും നല്ലൊരു ശുശ്രൂഷയാണ് അവിടെ കൊടുക്കുന്നത്, ഇത്രയും നല്ലൊരു ഭക്ഷണമൊക്കെയാണ് അവർക്ക് സൗജന്യമായിട്ടൊക്കെ നൽകുന്നത്. എങ്കിലും നമ്മുടെ രൂപതയിലെ പോലും അച്ഛന്മാർക്ക് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതറിയാതെ പോകുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ഇപ്പം രൂപതയുടേതായിട്ടുള്ള നേരിട്ടുള്ള സഹായം ഉണ്ടാകും, ഡയറക്ടർ അച്ഛനൊക്കെ നമ്മുടെ രൂപതയിൽ നിന്ന് വെക്കുന്നുണ്ട്. എങ്കിലും അവിടെ കുറേ കാരുണ്യമുള്ള കുറേ വ്യക്തികൾ സഹായിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ദിനംപ്രതിയുള്ള നടപ്പുകളെല്ലാം നടന്നു പോകുന്നത്. അതിൽ ഒരുപാട് മനുഷ്യരുടെ ഒരു കാരുണ്യത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ അതിൻ്റെ അകത്ത് കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നപ്പോൾ ഉള്ള അനുഭവം കൊണ്ട്. അത് നല്ലൊരു കാരുണ്യത്തിൻ്റെ ഒരു മുഖമാണ്. ഈ ലൂർദ് മാതാ കെയറിൽ സേവനം ചെയ്ത സമയത്ത് വേദന അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് അല്ലേ? അതായത് നമുക്കറിയാം ഈ കീമോയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അസഹനീയമായ വേദനയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കടന്നു പോകുന്ന മനുഷ്യർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ വേദന മൊത്തം ഞാൻ സഹിക്കുന്നു, അപ്പോൾ എനിക്ക് ഈ വേദന അനുഭവിക്കുവാനായിട്ട് അനുവദിച്ച ഒരു ദൈവത്തെ ഞാൻ എന്തിനു സ്നേഹിക്കണം? ദൈവം എനിക്ക് വേദന തന്നു, എനിക്ക് സന്തോഷം തരുന്നില്ല, എനിക്ക് വേദന തന്നു, അപ്പോൾ ഈ വേദനയ്ക്ക് എനിക്ക് തന്ന ദൈവത്തിന് ഞാൻ എന്തിനു നന്ദി പറയണം? എന്തിനാണ് ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് പറയാനായിട്ടുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം എനിക്ക് ആരിൽ നിന്ന് നേരിടേണ്ടി ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ അവിടെ വേദന അവർ അതിജീവിക്കുന്നത് അവിടെ ഉള്ള പ്രാർത്ഥനകളിലൂടെയും അവിടെ കുർബാനയിലൂടെയൊക്കെ അവർ ആ വേദനയെ അതിജീവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ സുസ്ഥിരമാണ്, നമ്മുടെ ലൈഫ് സേഫ് ആണെന്ന് ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ച് പോകാനായിട്ട് ഇടയാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പം ഭൗതികമായിട്ട് നമുക്കൊരു വളർച്ച ഉണ്ടാകുകയും ആ ഒരു സുസ്ഥിരതയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ദൈവം ഇല്ലയെന്ന് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തയും ചർച്ചകളിലൊക്കെ നമ്മൾ ഏർപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ ആയിരുന്ന സമയത്ത് ഇവരെല്ലാവരും വേദനയോടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അവരിൽ പലരും കുഞ്ഞു കുട്ടികൾ നേഴ്സിംഗ് പഠിച്ചിട്ട് ആ സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ഒക്കെ വന്ന ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നവരോടൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ ഇടയായപ്പം എനിക്ക് മനസ്സിലായ കാര്യമാണ്, ദൈവം സഹനം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും കൂടെ ഞങ്ങൾക്ക് തരും എന്ന് അവർ പറയുന്ന അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ ആയിരുന്ന സമയത്ത് നമ്മളും ഇങ്ങനെ കുറേ പണികളൊക്കെ ചെയ്ത് നമ്മളും നമ്മളിങ്ങനെ ക്ഷീണിച്ചൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുന്ന അനുഭവങ്ങളാണ് ഇവരുടെ ഒരു ഫെയ്ത്ത് എക്സ്പീരിയൻസ്. ആ അനുഭവങ്ങളാണ് നമ്മളെ കുറച്ചുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ആയിരുന്നപ്പോൾ. ഇവരിൽ നിന്ന് കേട്ട അനുഭവങ്ങൾ നമുക്ക് ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കാനല്ല, ദൈവം ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ടുള്ള അനുഭവമായിട്ട് സാഹചര്യമായിട്ട് അവിടുത്തെ അനുഭവം മാറിയിട്ടുണ്ട്. ഇപ്പോൾ പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്, ഇനി ഒരു മാസം കൂടെ പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട്. അപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഒരു AI സെനാരിയോയിലായിട്ടാണ്, ഒരു AIയുടെ കാലമാണ്. ഇപ്പോൾ എല്ലാത്തിനും എല്ലാത്തിനും ചോദിച്ചാലും ഉത്തരവാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കൂടുതൽ ആളുകളുടെ ജോലി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം AIയുടെ ഒരു ഉപയോഗം വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോഴത്തേനും ഒരു മാൻ പവറിനുള്ള ഒരു സാധ്യത പല സ്ഥലത്തും ഇല്ലാതാവുകയാണ്.
അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പൗരോഹിത്യം സ്വീകരിച്ച് ഇറങ്ങുമ്പോൾ എന്ത് എക്വിപ്ഡ് ആയിട്ടാണ് യേശുദാസ് ഇറങ്ങുന്നത്? നമ്മൾ വളർച്ചയും സാങ്കേതിക വിദ്യയും ഒരുപാട് നമുക്ക് മുന്നേ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ആ വളർച്ചകളെയും മാറ്റങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും. നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞവരായിരിക്കണമെന്നില്ല. കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, പക്ഷേ അതിനെ സ്വീകരിക്കാനായിട്ട് മനസ്സ് കാണിക്കുമ്പോഴാണ്, അതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നതും മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ എക്വിപ്ഡ് ആയി എന്നുള്ളതിനേക്കാൾ നമ്മളതിനെ സ്വീകരിക്കാനായിട്ടും അതിൻ്റെ നന്മ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് മനസ്സുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്നത് വഴി നമുക്കൊരു വ്യത്യാസം, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് നമുക്കുണ്ടാകുന്നത് വഴി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ, അതിൻ്റെ സാധ്യതകൾ തിരിച്ചറിയാൻ, അതിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാനൊക്കെ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ ഓൾറെഡി ഒരു പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി ഫോർമേഷൻ കിട്ടിയ ഒരാളാണ് യേശുദാസ്. മൈനസ് സെമിനാരി, അവിടുന്ന് നേരെ നോർത്ത് ഇന്ത്യക്ക് പോകണം, മധ്യപ്രദേശിലേക്ക് പോകണം. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറും ഒരു രീതികളുമാണ് മധ്യപ്രദേശിലുള്ളത്. കാരണം നമ്മൾ മധ്യപ്രദേശിൽ നിന്ന് കേരളത്തെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കേരളം ഐസൊലേറ്റഡ് ലാൻഡായിട്ട് പലപ്പോഴും നമുക്ക് തോന്നും. എന്തോ പ്രത്യേകത, കാരണം ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലുള്ള ഒരു കൾച്ചറേ അല്ല കേരളത്തിൻ്റെ. ഒത്തിരി വ്യത്യാസമുണ്ട്. വളരെ ബ്ലെസ്ഡാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് ടാഗായിട്ട് പറഞ്ഞാൽ പോലും അതൊരു റിയാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ. അപ്പം ഈ മധ്യപ്രദേശിൽ പഠിച്ചു. അവിടുന്ന് പിന്നെ ലൂർദ് മാതാ കെയറിൽ ഈ പറയുന്ന രോഗികളായിട്ടുള്ള മനുഷ്യരുടെ കൂടെ 1 വർഷം സേവനം ചെയ്തു. അതിനുശേഷം വടവാദൂർ സെമിനാരിൽ തിയോളജി പഠിച്ചു. അപ്പോൾ പല കൾച്ചറിലൂടെയാണ് കടന്നുപോയത്. ഇനിയിപ്പോൾ പൗരോഹിത്യം സ്വീകരിച്ച ഒരു ഇടവകയിലേക്ക് പോകുന്നു, അത് വേറൊരു ലോകമാണ്. ഒരിടവകയിൽ നിന്ന് വേറൊരു ഇടവകയിലേക്ക് പോകുമ്പോൾ അത് വേറൊരു ലോകമാണ്. ഇങ്ങനെ പല ലോകങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കുന്നു? ഇപ്പം ഇടവകയെ സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുക്കുന്നുണ്ടോ? അതോ ആ സാഹചര്യത്തിലോട്ട് ചെന്ന് കഴിയുമ്പം അവിടെ എന്താണോ വരുന്നത് അതിനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫേസ് ചെയ്യാനായിട്ടോ എങ്ങനെയാണോ ഒരു സ്വയം എക്വിപ്ഡ് ആയിട്ട് ഇറങ്ങുമ്പോൾ എന്ത് എക്വിപ്ഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്? അതുപോലെ തന്നെ ആ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് പറയാമോ? ഈ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സങ്കീർത്തന 23 കാരണം അവിടെ ബൈബിള് പഠിച്ച സമയത്ത് ഇങ്ങനെ പഠിച്ച ഒരു സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനം 23. അതിൻ്റെ ആദ്യത്തെ വരി തന്നെയാണ് അച്ഛനോട് എനിക്ക് പറയാനായിട്ടുള്ള മറുപടി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ളവരാണെങ്കിലും കർത്താവ് നമ്മളെ വഴി നടത്തും, കർത്താവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രത്യാശയാണ് ഇതുവരെ എന്നെ നടത്തിയത്. അതെന്നെ മുന്നോട്ട് നടത്തുമെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുള്ളത്. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ഉജ്ജയിനിലായിരിക്കുന്ന സമയത്താണ് എനിക്ക് ലൂർദ് മാതാ ക്യാൻസർ കെയറിലേക്ക് എനിക്കുള്ള എൻ്റെ ഓഫീസ് വരുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ അവിടെ ഉജ്ജയിനിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ എന്ത് കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യും എന്ന് ഞാൻ ആലോചിച്ച് പര്യാകുലനായിട്ട് ഞാൻ ഇരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അച്ഛനെ വിളിക്കുന്നതും അതിനെ തുടർന്ന് ഇവിടെ വരുന്നതും ഒക്കെ അത് ഈ ഒരു റീജൻസിയുടെ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. നമ്മൾ ചെയ്യുന്നതിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മളെ നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഭാഗം കഴിഞ്ഞത്. അതിനുശേഷം ഓരോ സമയത്തും എന്നെ ഇങ്ങനെ ശക്തിപ്പെടുത്തിയ ഒരു വചനമാണിത്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വേറൊരു അനുഭവം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് സബ് ഡീക്കൻ പട്ടം ഞാൻ മൈനസ് സെമിനാരി സ്വീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തലേദിവസമാണ് എൻ്റെ അച്ചാച്ചൻ ഒരു ഇതായിട്ട് പ്രഷറൊക്കെ കൂടിയിട്ട് അച്ഛൻ പുഷ്പഗിരി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. അപ്പോൾ ആ അഡ്മിറ്റ് ആകുന്ന സമയത്ത് നമുക്കറിയാം, ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്, സബ് ഡീക്കൻ പട്ടം സ്വീകരിക്കാനായിട്ട് പോകുന്നു. നമ്മുടെ പ്രലോഭനങ്ങൾ പ്രതിസന്ധികൾ നമ്മൾ ദൈവവിളി സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ആഴം നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു സമയത്ത് ഞാൻ കടന്നുപോയത് അന്ന് ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുക്കുന്നത് തന്നെ രാത്രി ഒരു 11 മണി കഴിഞ്ഞിട്ടാണ്. വീട്ടിൽ നിന്ന് വന്ന കോളുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ തിരിച്ച് വിളിച്ചു, അമ്മ എന്നെ കിട്ടാഞ്ഞിട്ട് വിളിച്ചാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നപോലെ അച്ഛൻ ആശുപത്രിയിൽ പുഷ്പഗിരിയിൽ ICUയിൽ അഡ്മിറ്റാണ്, ഇന്നപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആ ഒരു കോളിന് എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് സങ്കടം, പിറ്റേ ദിവസം സന്തോഷത്തിൻ്റെ ഒരു അനുഭവം. അപ്പം ആ ഒരു സമയത്തിന് ശേഷമൊക്കെ കടന്നുപോയത് എങ്ങനെയാണെന്ന് ഓർക്കുമ്പം ഈ ഒരു പരിപാലനയോടെ തന്നെ ആശ്രയിച്ചാണ് കടന്നുപോയത്. അതിനുശേഷം വീട്ടിൽ അച്ചാച്ചൻ്റെ ഒരു രീതി, അച്ചാച്ചൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. വേറെ ആരും ജോലിക്ക് പോകുന്നവരില്ല, ഞങ്ങളെല്ലാവരും പഠിക്കുന്നവരാണ്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ഇത്രയും നാൾ എങ്ങനെ കടന്നു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദൈവാശ്രയത്തിൽ തന്നെയാണ് കടന്നു പോകാനായിട്ട് ഇടയായത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു,
കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. ഇപ്പം ചമ്പക്കുളം എന്ന് പറഞ്ഞ ഒരു വലിയൊരു പൗരാണികത്വമുള്ള ഒരു പള്ളിയിൽ നിന്നാണ് ദൈവവിളി കിട്ടുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഈറ്റലുമാണ് ചമ്പക്കുളം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പല സമൂഹങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അത്ര പൗരാണികത്വമുള്ള ഒരു പള്ളിയിൽ നിന്ന് ദൈവവിളി സ്വീകരിക്കുന്നു. വീട്ടിലെ മൂത്ത മകനാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു കസ്റ്റം അനുസരിച്ച് വീട്ടിലെ മൂത്ത മകനെന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം അവിടെ നിൽക്കെ പൗരോഹിത്യ വിളി സ്വീകരിച്ചു, ദൈവവിളി സ്വീകരിച്ച് സെമിനാരിയിലെത്തുകയാണ്. അത് വലിയൊരു സ്ട്രോങ് ഡിസിഷനായിരുന്നു. അപ്പോൾ ഞാനും വീട്ടിലെ മൂത്ത മകനാണ്. അപ്പോൾ എൻ്റെ അനിയൻ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് കുടുംബം നോക്കാൻ മേലാഞ്ഞിട്ടല്ല നീ അച്ഛനാവാൻ പോയെന്ന്. അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. മൂത്ത മകൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഏക വരുമാനത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പ്രശ്നമില്ലായിരുന്നു. പേരൻസ് രണ്ടുപേരും ജോലിക്കാരായിരുന്നു. അപ്പൻ്റെ ഏക വരുമാനത്തിൽ ജീവിച്ചുകൊണ്ട് പോകുന്ന ഒരു കുടുംബത്തിൽ ഒരു മൂത്ത മകൻ ദൈവവിളി എടുക്കുന്നു. അപ്പോൾ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് പൗരോഹിത്യം സ്വീകരിച്ച് ഇപ്പം പുരോഹിതനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ ദൈവവിളി എനിക്കുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അവർ ചിലവർ ചിന്തിക്കും എനിക്ക് ഇതിപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുണ്ട്. അതിപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ. അപ്പോൾ ഒരാളെങ്ങനെയാണ് അയാളുടെ ദൈവവിളി തിരിച്ചറിയുന്നത്? എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് ദൈവവിളിയുടെ വഴിയിൽ എന്നെ പ്രോത്സാഹനം നൽകിയ, എനിക്ക് മാതൃകയായിട്ട് നിന്നത് എൻ്റെ ഇടവകയിലെ തന്നെ അച്ഛന്മാരാണ്. അവരുടെ ഫോർമേഷൻ, അവരുടെ ഡീക്കന്മാരായിരുന്ന സമയങ്ങളിൽ അവർ പ്രാർത്ഥിച്ചൊരുങ്ങിയതൊക്കെ കണ്ടാണ് ഞാനും എൻ്റെ പരിശീലന വഴികളിലെല്ലാം ഇങ്ങോട്ട് പോയത്. അപ്പം ഈ വഴികളിൽ മുന്നോട്ട് പോയെങ്കിലും ഞാൻ എൻ്റെ ഡിഗ്രിയുടെ സമയത്തും ഞാൻ അതിനുശേഷം ഉജ്ജയിനി പോയപ്പോഴും ഞാൻ എൻ്റെ റീജൻസി ചെയ്തപ്പോഴും എല്ലാം ഈ ഒരു സ്ട്രഗിൾ ഞാനും അഭിമുഖീകരിച്ചിട്ടുണ്ട്. എനിക്ക് തിരിച്ചു പോന്നാലോ, ഈ ഒരു ദൈവവിളി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ആകുലത എനിക്ക് പല തവണകളായിട്ടുണ്ടായിട്ടുണ്ട്. പോയി എന്നതിൽ കൊണ്ട് നമുക്കിങ്ങനെ ഒരു തോന്നലുകളൊന്നും ഇല്ലാതാകുന്നില്ല. അതിനെ നമ്മൾ വീണ്ടും ഓരോ തവണയും ഇങ്ങനെ ഓട്ടക്കാർ ഹർഡിൽസ് ചാടി കടക്കുന്നത് പോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോ കടമ്പയും നമ്മൾ ചാടി കടക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ ചാടി കടക്കാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കണം. അതിനൊരു ശക്തി നമ്മൾ നേടിയെടുക്കണം. അതിന് നേടിയെടുക്കാനായിട്ട് ഈശോയുടെ മുന്നിൽ ഇരിക്കാനായിട്ട് മാത്രമേ നമുക്കൊരു ഉത്തരവുള്ളൂ. ഈശോയെ നമ്മൾ കുറച്ചുകൂടെ സ്നേഹിക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഈ കർത്താവ് എന്നെ വിളിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സമയങ്ങളിൽ ഞാൻ ആ ഈശോയുടെ അടുത്തിരുന്ന് ചോദിച്ച് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യമാണ്. അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതുവരെയും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ടായിരിക്കും പലർക്കും ഈ ഒരു ദൈവവിളി തോന്നലുണ്ടായാലും പലരുടെയും ആ ഒരു എക്സാമ്പിളുകളിലൂടെ ദൈവവിളി സ്വീകരിച്ച് മുന്നോട്ട് പോയാലോ എന്നുള്ളൊരു താല്പര്യം വന്നാലും ആ ഒരു അനുഭവത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കും പലർക്കും ആ ഒരു ദൈവവിളി ജീവിതം മുന്നോട്ടെടുക്കാൻ, ആ ഒരു വൊക്കേഷനിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ടുള്ളൊരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ അതിനുള്ളൊരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും. ഒരു എക്സ്പീരിയൻസ്, ഗോഡ് എക്സ്പീരിയൻസ് അല്ല ഈശോയെ അനുഭവിക്കാനായിട്ട് സാധിക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ സാധിക്കും ഈ ഒരു വിളിയെ ഏറ്റെടുക്കാൻ. അതിൻ്റെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ നമുക്കൊന്ന് ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള ശക്തി ഈശോയിൽ നിന്ന് നമുക്ക് ലഭിക്കും. പലരും സംശയത്തോടെ നോക്കുന്നൊരു കാര്യമാണ്, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ, ഞാൻ നല്ല രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നു, ഞാൻ നല്ല മൊറാലിറ്റി ജീവിക്കുന്നു, മൂല്യങ്ങൾ ജീവിക്കുന്നു, അപ്പോൾ ഞാൻ അങ്ങ് ജീവിച്ചാൽ പോരെ, എനിക്കൊരു മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതത്തിൻ്റെ ഉള്ളിലെ ഒരു എത്തിക്സും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതൊരു ബോഡി സോള് പോലെയാണ്. ആത്മാവ് ഇല്ലാതെ നമുക്കൊരു ശരീരം ഇല്ലാത്തതുപോലെ ആ ഒരു ആത്മാവും ശരീരവും കൂടെ ഒരുമിച്ച് ചേരുന്ന ആ ഒരു രീതിയിലാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബോഡി. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ തലവും. നമുക്ക് ഇങ്ങനെ വിശ്വാസം ഇങ്ങനെയാണ്, നമ്മുടെ എത്തിക്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം, അവനവൻ്റെ ശരികളെ മാത്രം നമുക്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നവർക്ക് ചിലപ്പം അവനവൻ്റെ ശരികളെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ശരികളായി മാറണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പലപ്പോഴും സമൂഹത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെ തുടർന്ന് ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ കോട്ടം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർ. അങ്ങനെ
ചിന്തിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെ വിധിക്കാനായിട്ടൊന്നും നമുക്ക് സാധിക്കത്തില്ല. അത് ഏതെങ്കിലും ഒരു സമയത്ത് അവർക്കൊരു എക്സ്പീരിയൻസ് ലഭിക്കുമ്പം അവർക്ക് അതിനകത്തുനിന്ന് മനസ്സ് ചെയ്യാനായിട്ടും അവർ തിരിച്ച് ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുമ്പം അവർ ചിലപ്പം നമ്മളെക്കാൾ വിശ്വാസമുള്ളവരായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഇന്ത്യയിലൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഒരു അച്ഛനാകുമ്പോൾ ഒരച്ഛൻ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ നേതാവാണ്. അപ്പം അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അദ്ദേഹം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടരുത് എന്നാണോ? ഒരച്ഛൻ എങ്ങനെയുള്ള ആളോ? ഒരു ആത്മീയ നേതൃത്വം മാത്രമാണോ, അല്ലെങ്കിൽ ഒരു ശബ്ദമില്ലാത്ത മനുഷ്യരോട് ഒരു ശബ്ദമാകേണ്ട അങ്ങനത്തെ ഒരു സെക്കുലർ തലം കൂടെ ഒരു പൗരോഹിത്യത്തിനുണ്ടോ? വൈദികൻ എന്ന് പറയുന്നത് ഒരു ആത്മീയ പിതാവാണ്, പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ പണ്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നത് ഈ ഇടവകയിലെ അച്ഛന്മാരായിരുന്നു. ഇന്നും നമുക്ക് ഈ വിവര സാങ്കേതിക വിദ്യ AI പോലുള്ള കാര്യങ്ങളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അവർക്ക് നല്ല ഡയറക്ഷൻസ് കൊടുക്കാനായിട്ട് അറിവുള്ളവരായിട്ട് മാറുമ്പോൾ അവരെ നമുക്ക് ഈ കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് സാധിക്കും. നമുക്ക് തീർത്തും നമ്മൾ അതിനകത്തുനിന്ന് മാറി നിൽക്കണമെന്നൊന്നും ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് അവരെ സഹായിക്കാനായിട്ട് നമ്മൾ ആ ഒരു മേഖലകളിലെല്ലാം അറിവുള്ളവരായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അറിവുള്ളവരോട് സംസാരിച്ച് നമ്മൾ ആ ഒരു മേഖലകളിലെല്ലാം അനുഭവങ്ങൾ സ്വന്തമാക്കി മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പം മറ്റുള്ളവരെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ, ശരിയായിട്ടുള്ള അറിവിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ഇതിനകത്ത് ആത്മീയ പിതാവാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഒതുങ്ങി നിൽക്കണമെന്നല്ല, മറിച്ച് നമ്മുടെ മെയിനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആത്മീയ നേതൃത്വമാണെങ്കിലും മറ്റുള്ളവരെ ആ ഒരു അറിവിലേക്ക്, ശരിയായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങൾ സുസ്ഥിരത ഉറപ്പാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി അവരെ അതിനകത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ മറ്റുള്ളവരെക്കുറിച്ചുള്ള പരിഗണന വളരെ കുറവാണ്. കൺസേൺ ഫോർ ദി അതർ. ഒരുപക്ഷെ ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണം അതായിരുന്നു, മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു പരിഗണന. അപ്പോൾ ഇത് ഒരു കൂടുതൽ ആളുകൾക്കും ഈ ഒരു സ്വഭാവം ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള അവരെങ്ങനെയാണ്, നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവർ അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അതെങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾ വളരെ ലീസ്റ്റായിട്ടാണ് ചിന്തിക്കുന്നത്. അവർ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, മറ്റു മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ചും ഒരു ചാരിറ്റി സ്ഥാപനത്തിൽ റീജൻസ് ചെയ്ത ഒരാളെന്നുണ്ടെങ്കിൽ മറ്റു മനുഷ്യരെ പരിഗണിക്കുന്ന അതൊരു എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ക്രൈസ്തവ വീക്ഷണം? ക്രൈസ്തവ വീക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈശോ പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. നല്ല സമറിയക്കാരൻ്റെ ആ ഒരു ഉപമയെ നമുക്കൊരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ ഈ ചെറിയവിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു ക്രിസ്തീയ ഉത്തരം അതാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈശോയ്ക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെയാണ്. നമുക്കൊരിക്കലും ആ ഒരു സാഹചര്യത്തിൽ ഹൂ കെയേഴ്സ്, നിന്നെ ആര് മൈൻഡ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ടോ പറയാനായിട്ടോ പറ്റത്തില്ല. നമുക്ക് അവനെ സ്വന്തം എന്നതുപോലെ, സഹോദരൻ എന്ന പോലെ മനസ്സിലാക്കാനായിട്ടും അവനെ സഹായിക്കാനായിട്ടും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്. സമറിയക്കാരൻ്റെ ഉപമയും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം യേശുദാസിൻ്റെ പൗരോഹിത്യ വീക്ഷണത്തെക്കുറിച്ചും യേശുദാസിൻ്റെ പല കാഴ്ചപ്പാടുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചു. ഇനി മാക് ടിവിയുടെ പ്രേക്ഷകരെ ഇൻവൈറ്റ് ചെയ്യാമോ പൗരോഹിത്യ സ്വീകരണ ദിനത്തിലേക്ക്? സ്നേഹമുള്ള മാക് ടിവിയുടെ പ്രേക്ഷകരെ, എൻ്റെ തിരുപ്പട്ടം ഡിസംബർ 29 രാവിലെ 9 മണിക്ക് ചമ്പക്കുളം സെൻറ്റ് മേരീസ് കല്ലൂർക്കാട് പള്ളിയിൽ വെച്ചാണ് അഭിമന്യ തോമസ് തറയിൽ പിതാവിൻ്റെ കൈവെപ്പ് വഴി ഞാൻ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ കൂടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി 15ഓളം ഡീക്കന്മാരാണ് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ഒരു ധന്യമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാകണം. കാരണം പ്രതിസന്ധികളുള്ള ഇൻഡിഫറൻസിനെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞ ആ ഒരു സാഹചര്യങ്ങളും ആ ഒരു മൈൻഡും ഒക്കെയുള്ള ആൾക്കാരുടെ ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഞങ്ങളും പൗരോഹിത്യം ജീവിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത്ര നേരം നമ്മളോട് സംസാരിച്ചു, പൗരോഹിത്യ വീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാത്തുള്ള സോഷ്യൽ വീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചു, യേശുദാസിൻ്റെ ബോധ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, മിഷൻ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ പ്രത്യേകമായിട്ട് യേശുദാസിന് നന്ദി പറയുന്നു. പൗരോഹിത്യ ജീവിതം കൂടുതൽ മധുരമുള്ളതാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. ആ ഒരു ദിനം കൃപയുള്ള ഒരു ദിനമാകട്ടെ, ഈശോയുടെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകട്ടെ. മാക് ടിവിയുടെ എല്ലാ പ്രേക്ഷകരോടൊപ്പം ഞാനും പ്രത്യേകമായിട്ട് ആ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായെ സ്തുതിക്കട്ടെ.